ഹലോ, വെൽക്കം ടു മൈ ചാനൽ വിയാജിയോ വിത്ത് ശ്രീ. നമ്മൾ ഇങ്ങനെ നേരിട്ട് ഇതുപോലെ ഇങ്ങനെ സംസാരിച്ചിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ വിയാജിയോ വിത്ത് ശ്രീ ആദ്യമായിട്ട് കാണുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് പറയുവാണ്. ട്രാവലിംഗ് വിത്ത് ശ്രീ എന്നാണ് ചാനലിൻ്റെ മീനിങ്. പക്ഷെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ജോലി തിരക്കും പിന്നെ ചെറിയൊരു ആക്സിഡൻറ്റും ഒക്കെ പറ്റിയിട്ട് കുറച്ച് ട്രാവലിങ്ങിന് കുറച്ച് ബുദ്ധിമുട്ടായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ട്രാവലിംഗ് വ്ളോഗുകൾ കുറച്ച് നാളായി വന്നിട്ട്. പക്ഷെ അടുത്ത മാസം ജാനുവരിയിൽ ഉടനെ തന്നെ ഒരു പുതിയൊരു ട്രാവലിംഗ് വ്ളോഗ് വരുന്നതായിരിക്കും. അത് സസ്പെൻസാണ്, ഞാൻ പറയുന്നില്ല എങ്ങോട്ടാണ് പോകുന്നതെന്ന്. ഇന്നിപ്പോൾ ഞാൻ ലീവാണ്, ഇന്നെനിക്ക് ഒഴിവ് ദിവസമാണ്. അപ്പോൾ അത് കാരണം എൻ്റെ വീടിൻ്റെ പുറത്ത് ഒരു ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് പരിചയപ്പെടുത്തി തരാം അതെങ്ങനെയാണെന്ന്. അപ്പോൾ ഇന്ന് എന്തായിരുന്നാലും എൻ്റെ കൂടെയുള്ള ട്രാവലിങ് എൻ്റെ വീട്ടിൽ തന്നെ ആയിക്കോട്ടെ. വീട്ടിൽ ഗാർഡൻ, ഇതിന് മുന്നേ തന്നെ ഞാൻ വീട്ടിലെ ഗാർഡനും അതുപോലെ ഒരു സൂ ഉണ്ട് അപ്പുറത്തെ സൈഡിൽ ആനിമൽസിന് വേണ്ടിയിട്ട്, അതൊക്കെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ അത് കുറച്ചൊന്ന് മോഡിഫൈ ചെയ്തായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാവേ. ഇന്നത്തെ അതായത് ഇപ്രാവശ്യത്തെ വ്ളോഗ് എൻ്റെ ഗാർഡനും സൂ ഒക്കെ ആയിക്കോട്ടെ. ഓക്കെ, ഇത് ഞങ്ങളുടെ കറിവേപ്പ്. അപ്പം ഈ ലോണൊക്കെ ഉണ്ടാക്കിയപ്പം അതിനെ ഒന്നും നശിപ്പിച്ചില്ല, അങ്ങനെ തന്നെ റീറ്റെയിൻ ചെയ്ത് ഒക്കെയാണ്. ഇത് അറിയാലോ, ജാമ്പ. പുള്ളി 2 പ്രാവശ്യം കായ്ച്ചു കഴിഞ്ഞതാണ്, ഇപ്പോൾ കായ്ക്കുന്ന സീസണല്ല. ഈ ചെടി ഒരു ലില്ലി ചെടിയാണ്. അപ്പം ഇത് ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട് ഒരു വ്ളോഗിൽ. ഞങ്ങൾക്ക് ഒരുപാട് ക്ലോസ് ആയിട്ടുള്ള ഒരു പൂച്ചയുണ്ടായിരുന്നു. സ്നൂപ്പിയുടെ കൂടെ ഉള്ളതാണ്. ഫ്ലൂപ്പി, ലോല എന്ന് ഞങ്ങളിങ്ങനെ ചില പേരിട്ട് വിളിച്ചിരുന്നു. അപ്പോൾ അവൾ 3 കുട്ടികളെ തന്നിട്ട് പോയി. അപ്പോൾ അവളെ ഇവിടെയാണ് ഞാൻ കുഴിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ അന്ന് ഞാൻ എൻ്റെ മുകളിലൊരു ലില്ലിച്ചെടി വെച്ചിരുന്നു. അപ്പോൾ അതിനെയും നശിപ്പിക്കാതെ ഇങ്ങനെ ലോൺ ചെയ്തിരിക്കുക. അവളുടെ 3 കുട്ടികളിൽ ഇപ്പോൾ ഒരാളേ ഉള്ളൂ. അവളുടെ തന്നെ അസുഖമായിരുന്നു. അവളുടെ 2 കുട്ടികൾ പോയി. എന്തോ ജെനറ്റിക് ഡിസോർഡർ ആയിരുന്നു. അപ്പം ചികിത്സിച്ചാൽ മാറാൻ പറ്റാത്ത രീതിക്ക് ഇൻറ്റേർണൽ ഓർഗൻ എന്തോ ഒരു പ്രശ്നം പറ്റിയതാണ്. പക്ഷെ അവളുടെ കൂടെയുള്ള സ്നൂപ്പിക്ക് കുഴപ്പമില്ല. പിന്നെ അവളുടെ ഒരു കുഞ്ഞുണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അവളെ കാണാം നമുക്ക്. ബ്ലാക്കി എന്ന് പറയും, നമുക്ക് കാണാം.
ഇത് ഞങ്ങളുടെ സൂവ് മുന്നേ ഒരു വ്ളോഗിൽ ഉണ്ടായിരുന്നു, പക്ഷേ നമ്മൾ ഇച്ചിരി മാറ്റങ്ങളൊക്കെ വരുത്തിയല്ലേ. തറയോടൊക്കെ പിടിപ്പിച്ചു. കാര്യം എന്താ വെച്ചാൽ മണ്ണും ചല്ലിയൊക്കെ ആയിരുന്നു നേരത്തെ. അപ്പോൾ ഇവരെന്താ വെച്ചാൽ ഇത് മാന്തി ഇങ്ങനെ കുഴി കുഴിച്ച് മൊത്തം ദേഹത്തൊക്കെ ചെളിയുമാക്കി അങ്ങനെ നടക്കുമായിരുന്നേ. എന്നടാ പോപ്പ് കിട്ടാ. അപ്പോൾ അങ്ങനെ ഇതൊക്കെ അങ്ങനെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി. ഇത് ഞങ്ങളുടെ നിക്കി പാലയിൽ വന്നിട്ട് ഞങ്ങൾ മേടിച്ച ആദ്യത്തെ ബീഗിളാണ്, ആദ്യത്തെ പട്ടിക്കുട്ടിയെ. അവള് നിക്കി. നമുക്ക് 5 കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അതിലൊരു കുട്ടി ചിക്കി. എല്ലാവരും രാവിലെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് റെസ്റ്റിംഗ് പീരീഡാണ്. ഇത് ഞങ്ങളുടെ പോപ്പുകുട്ടൻ, സ്പിറ്റ്സാണ്, ഇന്ത്യൻ സ്പിറ്റ്സ്. ഭയങ്കര കൊരയാ. രാവിലെ എല്ലാവർക്കും റെസ്റ്റിംഗ് പീരീഡാണ്. പിന്നെ ഇത് ഞങ്ങളുടെ ലവ് ബേർഡ്സ്. എല്ലാവരും വളരെ സന്തോഷമായിട്ട് ഒക്കെയാണ്. ആഹാരം രാവിലെ എല്ലാവരുടെ ആഹാരമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ ഒക്കെ ഇങ്ങനെ ഉറങ്ങുന്ന സമയമൊക്കെയാണ്. അത് പിന്നെ ഞങ്ങളുടെ മൊയിൽ ഇറങ്ങ. പോപ്പന് ഭയങ്കര ഇഷ്ടമാണ് മൊയിലുകളെ. ഇങ്ങനെ പ്രത്യേകം കൂടുകളിലാക്കി. അപ്പോൾ ഇവിടെ ഇങ്ങനെ മുകളിൽ ഞങ്ങളിങ്ങനെ ഒരു ഗ്രില്ല് പിടിപ്പിച്ചേ. കാര്യം എന്താ വെച്ചാൽ ഇവർ ഇത്രയും പൊക്കം ചാടും. ഈ മൊയിലുകൾ ഇങ്ങനെ ചാടി അപ്പുറം കൂടുകളിൽ പോയിട്ട് അനാവശ്യമായിട്ടുള്ള മീറ്റിംഗ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ ഒക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ ചെയ്തത്. ഹലോ എന്നാ പരിപാടിയാ എല്ലാവരും എന്നാ പരിപാടിയാ? രാവിലെ തന്നെ ഇവരുടെ ആഹാരം എന്താ വെച്ച് കഴിഞ്ഞാൽ പുല്ല്, വാഴയില, പിന്നെ എന്തെങ്കിലും ഇതുപോലെ പപ്പായ പോലൊക്കെയുള്ള ഫ്രൂട്ട്സ് ഉണ്ട്, അതൊക്കെ കഴിക്കും. പിന്നെ ക്യാബേജ്, വെള്ളരിക്ക, അതൊക്കെ രാവിലെ തന്നെ കഴിച്ച് ഇനി ഉച്ചയ്ക്കാണ് അടുത്ത ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ വാടാ. പിന്നെ ഇത് ഞങ്ങളുടെ പൂച്ചകൾക്കുള്ള ഒരു പ്ലേസാണേ. അപ്പോൾ അത് പൂച്ചകളാവുമ്പോൾ പിന്നെ ചാടിപ്പോവുമല്ലോ. അത് കാരണം നമ്മളിങ്ങനെ ഫുള്ള് കവർ ചെയ്ത് ഒരു കൂടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പം ആരുമില്ല. കാര്യം എല്ലാവരെയും രാവിലെയൊക്കെ കുറച്ച് സമയം തുറന്നു വിടും, ഒക്കെ ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ടൊക്കെ വരാൻ. ഇതൊക്കെ ഇവർക്ക് അടച്ചിടുമ്പോൾ ഇവർക്ക് വെളിക്ക് പോകാനൊക്കെ ആയിട്ടൊക്കെയുള്ള ഒരു സംവിധാനമാണ്. അപ്പോൾ അതാ ഇവരുടെ വീട്. എല്ലാവർക്കും ഇങ്ങനെ പ്രത്യേകിച്ച് തട്ടൊക്കെ ഉണ്ട്. ഓരോരുത്തർക്ക് ഓരോരോ തട്ടും ഒക്കെ ഉണ്ട് കയറി കിടക്കാൻ. അപ്പം കുറച്ച് സമയം പക്ഷേ ഞങ്ങൾ തുറന്നു വിടുവേ ഇവരെ. പൂച്ചകൾ ഞങ്ങൾക്ക് ഇപ്പോൾ 7 പേര് ആണ് ഇപ്പോൾ നിലവിലുള്ളത്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. എല്ലാവരെയും കാണിച്ചു തരാം. ഇവിടെയൊക്കെ ഉണ്ടാവും. ഒത്തിരി ദൂരെയൊന്നും പോകത്തില്ല കേട്ടോ. ഇവർ ഒരുപാട് ദൂരെയൊന്നും പോകുന്നില്ല. അപ്പോൾ നീ ബാ. ഭയങ്കര അനുസരണയാണ് കേട്ടോ. അതിപ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ പട്ടികൾക്കായാലും പൂച്ചകൾക്കായാലും ഞങ്ങൾ പറയുന്നതൊക്കെ മനസ്സിലാവുകയും ചെയ്യും, പറയുന്നതെല്ലാം അനുസരിക്കുകയും ചെയ്യുവേ. അപ്പോൾ കുട്ടാ ഉറങ്ങണ്ടേ? ഈ സമയത്ത് ഇവരെന്നെ കാണുന്നത് വളരെ റയറാണ്. കാര്യം ഞാൻ ബ്രില്യൻറ്റിൽ പോയി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരമൊക്കെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് ഹായ് ബായ് പറയുക, അങ്ങനെയൊക്കെ മിക്ക ദിവസവും പറ്റുള്ളൂ. പക്ഷേ ലീവായിരിക്കണ ദിവസമൊക്കെ ഇവരുടെ കൂടെ പല സമയത്ത് സ്പെൻഡ് ചെയ്യും. ഇത് ഫിഞ്ച്. അവർക്ക് ഇങ്ങനെ പറക്കാനൊക്കെ ഒരുപാട് സ്ഥലമൊക്കെ ഉള്ളതുകൊണ്ട് അവരും ഭയങ്കര ഹാപ്പിയാണ്. അവർക്കും തേന തന്നെയാണ്. പിന്നെ ലവ് ബേർഡ്സിൻ്റെ ആഹാരം തന്നെയാണ് അവരും കഴിക്കണം. പക്ഷെ അവർ ഫ്രൂട്ട്സ് ഒന്നും അങ്ങനെ അധികം കഴിക്കുകയല്ല. ഇവിടുത്തെ ഫിഞ്ചസ് പിന്നെ നമ്മൾ പപ്പായൊക്കെ ഇട്ട് കൊടുത്താലൊന്നും അങ്ങനെ കഴിക്കുകയില്ല. പിന്നെ നമ്മുടെ ഫിഞ്ചസ്. പിന്നെ ഇതൊരു സ്റ്റോർ റൂമാണ്. ഇവരുടെ ഫുഡും എല്ലാം വെക്കുന്നൊരു സ്റ്റോർ റൂം. ഫുഡൊക്കെ ഇവരുടെ ഫുഡ് ഒക്കെ ഇട്ട് കൊടുക്കുന്ന തുണികൾ, പഴയ കൂടുകൾ എല്ലാം വെക്കുന്ന ഒരു സ്ഥലമാണ്. ഒരു ചെറിയൊരു സ്റ്റോർ റൂം. പിന്നെ ഇത് ഞങ്ങളുടെ പെറ്റ്സ് തന്നെയാണ് കേട്ടോ. ഇത്രയും കോഴികളൊക്കെ ഉണ്ട്. അപ്പം മുട്ടയിടും അവർ. പക്ഷേ മുട്ട കിട്ടാനായിട്ടുള്ള ബേർഡ്സ് എന്നതിലുപരി പെറ്റ്സ് ആയിട്ട് തന്നെയാണ് നമ്മളിവരെ കാണുന്നത്.
അങ്ങനെ ആഹാരമൊക്കെ ഇട്ട് ഇവർക്ക് പ്രത്യേകിച്ച് കോഴിത്തീറ്റയൊക്കെ ഉണ്ട്. പിന്നെ ചോറൊക്കെ ബാക്കി വരുന്ന ചോറ് അങ്ങനെയൊക്കെ കുറച്ച് കൊടുക്കാറുണ്ട്. എന്നാലും പ്രത്യേകിച്ച് അവർക്ക് ഫുഡുണ്ട്. അപ്പോൾ അതൊക്കെ ആയിട്ട് അങ്ങനെ. ഇതാണ് ഞങ്ങളുടെ സൂ. ഇപ്പോൾ കുറച്ചുകൂടെ ഐഡിയാസ് ഉണ്ട്, കുറച്ചുകൂടെയൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ട്. ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസ് പൂച്ചയുടെ കൂട്ടിലൊക്കെ കുറച്ചുകൂടെ. ചിലപ്പോൾ മെമ്പേഴ്സൊക്കെ ഇനിയിപ്പോൾ കൂടും പൂച്ചകളുടെ. അപ്പോൾ കുറച്ചുകൂടെയൊക്കെ അവർക്ക് കളിക്കാനൊക്കെയുള്ള ഒരു പ്ലേസും അങ്ങനെയൊക്കെ ഉണ്ടാക്കണമെന്നുണ്ട്. പ്ലാനിങ് ഉണ്ട്, അതൊക്കെ ചെയ്യണം. അപ്പോൾ ചിക്കി ഉറങ്ങാൻ സമ്മതിക്കില്ലേടാ? ചിക്കി പെമ്പട്ടിയാണ്. അങ്ങനെ ഇത് രണ്ടും നമ്മുടെ ബീഗിള് കുട്ടികൾ. പപ്പു എന്നാ ആഹാരം കഴിക്കാത്ത? ഇത്രയും ചോറ് എന്താ മിച്ചം വെച്ചിരിക്കണേ? പപ്പു പോയി കഴിക്കിപ്പോ. പപ്പു ചോറെന്താ മിച്ചം വെച്ചിരിക്കണേ? ചോറെന്താ കഴിക്കാത്ത? ചോറെന്തേ നീ ഇത്രയും വെച്ചിരിക്കണേ? രാവിലെ എന്നാ ഫുഡ് ഫുൾ കഴിക്കാത്തണ്ടേടാ? പപ്പു കുട്ടാ വേണ്ടായിരുന്നോ? ചോറ് ഒരുപാട് ഇട്ടെന്നോ പപ്പുട്ടാ? ചിക്കി അപ്പോൾ ഇവരെ 3 പേരെയും കൂടെ ഒരുമിച്ച് തുറന്നു വിടുകയല്ലേ, 2 സെറ്റായിട്ട് 2 സമയങ്ങളിലായിട്ടോ. കാര്യം പപ്പു ആണാണ്. അപ്പോൾ അവൻ ഇപ്പോഴെന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ 2 പേരും പെണ്ണുങ്ങളാണല്ലോ. അപ്പോൾ ഇവർ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ 2 പേരുമായിട്ട് ഇവൻ മെയിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇൻ്റർ ബ്രീഡിങ് ഒക്കെ ആയി പോകുമല്ലോ. അപ്പോൾ അത് കാരണം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ 2 പേരെയും ചെറുതിലേക്ക് 3 പേരെയും കൂടെ ഒരുമിച്ച് തുറന്നിടുമായിരുന്നേ. ഇപ്പം പിന്നെ പോപ്പു പകൽ സമയത്തൊക്കെ പോപ്പു പുറത്ത് നിൽക്കും, രാത്രിയൊക്കെ ആകുമ്പോൾ അമ്മയും മോളെയും തുറന്നു വിടുകയാണ് ചെയ്യുന്നത്. പിന്നെ അജിത്ത് വന്നിട്ട് ഇവരെ നടക്കാനൊക്കെ കൊണ്ടുപോകും. എക്സസൈസൊക്കെ ഉണ്ട് ഇവർക്ക്, നടക്കാനൊക്കെ കൊണ്ടുപോകും. അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ സൂവിൻ്റെ വിശേഷങ്ങളൊക്കെ. ഇതാണ് ഞങ്ങളുടെ ഒരാൾ മിന്നിക്കുട്ടൻ. അവന് ഈ പകൽ സമയത്ത് ഇങ്ങനെ കിണറിൻ്റെ മുകളിൽ നെറ്റിട്ടിട്ടുണ്ട്. അപ്പം നെറ്റിൽ ഇങ്ങനെ കിടക്കാൻ അവന് ഭയങ്കര ഇഷ്ടമാണ്. പകൽ സമയത്തൊക്കെ ഇവരെല്ലാവരും നല്ല ഉറക്കമായിരിക്കുമേ. അപ്പം കൂട്ടിൽ കിടക്കണേക്കാളും ഒക്കെ ഇതുപോലെ ഓപ്പൺ സ്പേസിൽ ഇങ്ങനെ കിടക്കാനാണ് ഇഷ്ടം. മിന്നി ആൺപൂച്ചയാണ് മിന്നി. ഇനി നമുക്കിതിനകത്ത് ഒരു കണ്ടം പൂച്ചയുണ്ട്, മിക്കി. അവൻ കൂട്ടിലൊന്നും കിടക്കുകയല്ല, പിന്നെ ആഹാരം കഴിക്കാനൊക്കെ വരും. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ആഹാരം കഴിക്കാൻ വരും. അപ്പോൾ അവൻ്റെ കിടപ്പെന്ന് പറയണത് അവൻ ഈ ടെറസിൻ്റെ മുകളിലാണ്. അപ്പോൾ നമുക്കൊന്ന് ടെറസിൽ പോയി നോക്കാം മിക്കി ഇവിടെ ഉണ്ടാവുമോ എന്നുള്ളത്. നമുക്കൊന്ന് പോയി നോക്കാം. മിക്കി ഇവിടെ ഉണ്ടോ ഇടാ? ഇനി നമുക്ക് വീട്ടിൽ കുറച്ച് പണികൾ ബാക്കിയുണ്ട്, അതുകൊണ്ട് എല്ലാം ഇങ്ങനെ ക്ലീൻ ആക്കാതെ ഇട്ടിരിക്കുക. കുറച്ചുകൂടെ വീട് പണിയുണ്ട് കുറച്ചുകൂടെ, അതുകൊണ്ടാണ്. എന്നാലും ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. മിക്കിക്കുട്ടാ ഉണ്ടോടാ നീ ഇവിടെ? മിക്കി നോക്കട്ടെ. സാധാരണ ഈ സമയത്ത് എപ്പോഴും ഇവിടെ ഉണ്ടാവാറുണ്ട്. അപ്പം ഇവിടെ ഞങ്ങൾക്ക് സഹായത്തിന് വരുന്ന ചേച്ചി പറയുമോ ഇങ്ങനെ അവൻ പകൽ സമയമൊക്കെ എപ്പോഴും ഇങ്ങനെ ടെറസിൽ തന്നെ ഉണ്ടാവുന്നേ. നോക്കട്ടെ. കിട്ടി ഇടാ മിക്കി, നീ ഇവിടെ കിടക്കണേടാ. ഇന്നിപ്പോൾ ഞാനുള്ളതുകൊണ്ട് ഇവരുടെ ഒന്ന് ഉറക്കം ശരിക്കും കിടക്കുകയല്ലേ. ആണോ കുട്ടൻ ഇവിടെ കിടക്കുകയാണോ? കുട്ടന് ഇവിടെ സുഖമാണോ? നല്ല തണുപ്പാണോടാ? ആണോ മിക്കിക്കുട്ടാ? ഉറങ്ങിക്കോട്ടാ. മമ്മി പോവാണേ. ഇന്ന ശല്യം ചെയ്യണില്ലേ? ബാക്കിയുള്ളവരൊക്കെ എവിടാന്ന് നോക്കട്ടെ. നമ്മുടെ സ്നൂപ്പി ഇരിപ്പുണ്ട്. സ്നൂപ്പി രാവിലെയൊക്കെ ആഹാരം കഴിഞ്ഞ് പിന്നെ ബാക്കി എന്തെങ്കിലുമൊക്കെ ഉണ്ട് ഒരിട സമയത്തൊക്കെ വന്നിങ്ങനെ കഴിക്കും. സ്നൂപ്പി അവൻ ആഹാരം കഴിക്കണതിൻ്റെ ഭയങ്കര ശ്രദ്ധയിലാണ്. ഇവനാണ് ഭയങ്കര കൊഞ്ചില് കേട്ടോ. നമ്മളോട് ഒത്തിരി ക്ലോസായിട്ട് ഇടപഴകുന്ന ആളാണ്. കാര്യം ഇതിനെ സ്റ്റെറിലൈസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സർജറിയൊക്കെ ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്തിരിക്കുക. അത് കാരണം പുള്ളിക്കാരൻ കണ്ടം പൂച്ചയാകുകയല്ല.
അപ്പം ഇനി എത്ര പ്രായമായാലും അവൻ കുഞ്ഞു പൂച്ചകളെ പോലെ തന്നെ ഞങ്ങളുടെ കൂടെ നിൽക്കും. അവരുടെ ആയുസ്സും അതാണ് നല്ലത് കേട്ടോ. പുറത്തൊന്നും പോയി അങ്ങനെ വഴക്കിടും അങ്ങനത്തെ കണ്ടം പൂച്ചകളുടെ സ്വഭാവമൊന്നും അവനില്ല. പക്ഷെ ഭയങ്കര കൊഞ്ചലാണേ. അപ്പോൾ ആഹാരം കഴിക്കുന്നതിൻ്റെ തിരക്കിലാണ് അവനാണ് സ്നൂപ്പി. സ്നൂപ്പി ഒന്ന് നോക്കടാ. ഇത് എല്ലാവരും കണ്ടതില്ല, ഒന്ന് നോക്കി. ഐ സ്നൂപ്പി. ഇതാണ് കരിമി. അപ്പം അതിൻ്റെ ബാഗിൽ കിടന്ന് ഉറക്കമാണ്. രാവിലെയൊക്കെ നല്ല ഉറക്കമാണ്. കരിമീന്ന് വിളിക്കും. ആക്ച്വലി അവളുടെ വാക്സിനേഷൻ ബുക്കിലൊക്കെ ബ്ലാക്കിൽ നിന്നാണ് എഴുതിയിരിക്കുന്നത്. കരിമി ഇതേ അമ്മയെപ്പോലെ നല്ല രോമമുള്ള വാലാണേ. ഡേ ഒന്നും അയ്യോ വിളിക്കല്ലേ. ഇവരൊന്നും നമ്മൾ സൂവിലെ കൂട്ടിലിട്ട് തുടങ്ങിയില്ല. കുഞ്ഞല്ലേ, 1 വയസ്സായില്ല. അപ്പം അതുകൊണ്ട് കൂട്ടിലിട്ടിട്ട് തുടങ്ങിയില്ല. വീട്ടിനകത്ത് തന്നെയാണ്. ഇത് ഞങ്ങളുടെ മ്യൂ. ഇത് ഞങ്ങളുടെ കുഞ്ചിപ്പൂച്ച. ഇതാണ് ബ്രില്യൻ്റിന്ന് ഞാൻ കുഞ്ഞിലെ എടുത്തുകൊണ്ട് വന്നതാണ്. കൊച്ചായിരുന്നപ്പോഴേ ഇവളെ ബ്രില്യൻ്റിന്ന് എടുത്തിട്ട് വന്ന്. ഇപ്പം ഇത്രയായി, 1 വയസ്സായിട്ടില്ല. കുഞ്ചി എന്തേ കുഞ്ചി. സ്നൂപ്പി വന്നല്ലോ. മ്യൂ കുട്ടാ. പെൺപൂച്ചയാണ് മ്യൂ. അവളെ സ്റ്റെറിലൈസ് ചെയ്തിരിക്കുക. അപ്പോൾ ഇനിയുള്ളത് ഇവളുടെ അമ്മ റേ. അവളിവിടെ എവിടെയെങ്കിലും കാണും. പുള്ളി ഞങ്ങളുടെ ഫൈറ്റർ റെഡ്ഡി. ഒറ്റയ്ക്ക് കിടക്കും, അറിയാമല്ലോ. ഫൈറ്റർ ആകുമ്പോൾ വേറെ ആരെയും കൂടെ കിടത്താൻ സമ്മതിക്കുകയല്ല. റെഡ്ഡി. ഞങ്ങളുടെ മറ്റൊരു ഫൈറ്റർ ബ്ലൂ. എല്ലാത്തിനും പേര് ഞാൻ ഇടുന്നതാണ്. ബ്ലൂ. പിന്നെ വേറെ കുറച്ച് പേരൂടെ ഒക്കെ ഉണ്ട്. കേട്ടോ, ഞാൻ വന്നപ്പോൾ ആഹാരം കൊടുക്കാനാണ് എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ വന്ന് നിൽക്കുന്നത്. രാവിലെ കൊടുത്തതേ ഉള്ളൂ. എത്ര കൊടുത്താലും കഴിച്ചുകൊണ്ടിരിക്കും.